ഹലോ ഫ്രണ്ട്സ്, ഇവാൻസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മില്ലിൽ പൊടിപ്പിക്കാൻ പോകുന്നത് റാഗിയാണ്. നമ്മളിവിടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ റാഗി എന്ന് പറയും, ചിലർ പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ മുത്താറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ റാഗിയാണ് നമ്മൾ പൊടിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം ഈ റാഗിയുടെ ഗുണങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞാലോ. ഈ റാഗി എന്ന് പറയുന്ന ഈ ഐറ്റത്തിന് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. വളരെയധികം ഫൈബർ കണ്ടൻറ്റും അതുപോലെ പ്രോട്ടീനും കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവയുടെയൊക്കെ ഒരു കുഞ്ഞൊരു കലവറ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന റാഗി. അതുപോലെ ചെറിയ കുട്ടികൾക്കെല്ലാം നമ്മൾ ഒരു മുലപ്പാൽ കൊടുത്തതിന് ശേഷം പിന്നീടുള്ള ടൈമുകളിൽ റാഗി കുറുക്കി കൊടുക്കാറുണ്ട്. അതിനും വളരെ നല്ലൊരു ഐറ്റമാണ് ഈ റാഗി. നമ്മളിവിടെ കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഈ കാണുന്ന റാഗി പൊടിക്കുന്നത്. അപ്പോൾ മില്ലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റാഗി കഴുകി ഉണക്കിയിട്ടുള്ള റാഗി നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇത് പൗഡർ പരിവാക്കുന്നുണ്ട്, അങ്ങനെയും കൊണ്ടുപോകാം. അപ്പോൾ ഇത് പൊടിപ്പിക്കുന്നത് നമ്മൾ സ്ലോ സ്പീഡിലാണ് പൊടിപ്പിക്കുന്നത്. സ്ലോ സ്പീഡിൽ പൊടിപ്പിക്കുമ്പോൾ റാഗിപ്പൊടി നല്ല പൗഡർ ടൈപ്പ് നല്ലോണം നൈസായിട്ട് വരും. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ തരികളധികം ഉണ്ടാവില്ല, അവർക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്ലോ സ്പീഡിൽ പൊടിച്ചെടുക്കുന്നത്. ഈ കാണുന്ന കവറിൽ ഇതേപോലെ പാക്ക് ചെയ്താണ് നമ്മളിവിടെ വയ്ക്കുന്നത്. 100 രൂപയാണ് ഇത് കിലോ റേറ്റ് വരുന്നത്. ഇതിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പുട്ടുണ്ടാക്കാനും പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല നമ്മളിവിടെ സ്റ്റീമോട് റാഗി പുട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന താഴെ ഞാൻ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഇത് ക്ലീൻ ആക്കണതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മളിവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് വാഷ് ചെയ്യണ വീഡിയോ ഇടാത്ത. അടുത്തൊരു വീഡിയോ ഞാൻ വാഷ് ചെയ്യണതായിട്ട് വരാം. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.